ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് പഴം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള 3 വെറൈറ്റി പലഹാരങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ റെസിപ്പിയും കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 3 വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കുകൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിൽ വരുന്ന ഈ ഒരു പഴം വെച്ചിട്ടുള്ള സ്നാക്സാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഈ റെസിപ്പി കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രം തന്നെ എടുക്കുക. ഞാൻ ഈ ഒരു സോസ് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിലോട്ട് 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. കാരമൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് വരുന്നുണ്ട്. കൂടുതലായിട്ട് കളർ ചേഞ്ച് ആവാതെ നോക്കണം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് കളർ ആയിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ 4 പഴമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് പഴം എടുക്കാം കേട്ടോ. ഈ ഒരു പാത്രത്തിൽ ഇപ്പോൾ 4 പഴമാണ് സെറ്റ് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് ഓരോ പഴവും ഇതേപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് കേട്ടോ. മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയും കൂടിയാണ്. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പഴം. ഇനി നമുക്ക് ഈ ഒരു പാനിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് വേണ്ടിയിട്ടൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഇതിനായിട്ട് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മുട്ടയും ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. കൂടെ 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് പഞ്ചസാര എടുത്തത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഫോർക്കോ ടീസ്പൂണോ ഇതേപോലെ വിസ്കോ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം എന്ന് മാത്രം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് 1/2 കപ്പ് അളവിൽ മൈദയാണ് ചേർക്കേണ്ടത്. ഞാനിതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ എടുത്ത് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആയിരിക്കും നമ്മുടെ സ്നാക്സിന് ഉണ്ടാവുക. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ മൈദ മാത്രം 1/2 കപ്പ് എടുത്താൽ മതി. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് നമ്മുടെ കൊക്കോ പൗഡറും ബാക്കി മൈദയും കൂടി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് അരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ, എങ്കിലേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ മൊത്തം അരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതേപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയിട്ടാണ് കിട്ടുക കേട്ടോ. നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബാറ്റർ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊക്കോ പൗഡർ സ്കിപ്പ് ചെയ്യുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വാനിലേൻ്റെ ഒരു ഫ്ലേവറിലായിരിക്കും നമ്മുടെ ഈ സ്നാക്സ് വരാമെന്ന് മാത്രം. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഈ ഒരു പഴത്തിൻ്റെ പാനില്ലേ, അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പാന് പിടിച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഒരേ ലെവലിലാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പാത്രം വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. 20 മിനിറ്റാണ് നമുക്കിത് ബേക്കിംഗ് സമയം വേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടോടെ തന്നെ ഇത് ഇളക്കിയെടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഇതിൻ്റെ അടിയിൽ കാരമൽ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പഴമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചൂടോടെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്യണം. അപ്പോൾ അത് തിരിച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ പഴമാണ് നമുക്ക് മുകൾ വശത്ത് കാണാൻ പറ്റുക.
നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള പോള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 പഴമാണ് ടോട്ടലി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 5 പഴം ഇതേപോലെ സ്ലൈസ് ചെയ്തും എടുത്തിട്ടുണ്ട്, ഒരു പഴം ചെറുതായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഓരോ പഴവും 3 ആയിട്ടാണ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ആക്കി കൊടുത്തതിന് ശേഷം ഓരോ സ്ലൈസും ഇതേപോലെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓവറായിട്ട് കുക്കാക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുത്താൽ മതി. ഇപ്പോൾ തന്നെ നമ്മുടെ പഴമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കേണ്ട കേട്ടോ. നമ്മൾ സ്ലൈസ് മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിനായിട്ട് ഇതേ പാനിലോട്ട് തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു പഴമില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പഴം ഫില്ലിംഗ് ആയിട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു തേങ്ങയും പഞ്ചസാരയും നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ മാത്രം മതി. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3-4 ഏലക്കായ പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പോള റെഡിയാക്കാൻ വേണ്ടിയിട്ട് മുട്ടൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ 5 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് 5 മുട്ടയും ഒരു ബൗളിലോട്ട് പൊട്ടിച്ച് വയ്ക്കുക. കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് പൗഡർ ചേർക്കുന്നുണ്ട്, പാൽപ്പൊടി ചേർക്കുമ്പം ഈ ഒരു സ്നാക്സിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ ഈ ഒരു പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് പാൽപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള മുട്ടയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയോ വാനില എസൻസോ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പം ചേർക്കുന്നത് 1/2 ടീസ്പൂണോളം സിനമൺ പൗഡറാണ് കേട്ടോ. പട്ട പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പോള സെറ്റ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഫ്ലെയിം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ഒരു സോസ് പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ മുട്ടൻ്റെ മിക്സിൽ നിന്നും പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ പഴത്തിൻ്റെ സ്ലൈസുകളില്ലേ, അത് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു മുട്ടൻ്റെ മിക്സിൽ പഴം വെച്ചതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ആ ഒരു പഴം മൊത്തം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച ആ ഒരു പഴമില്ലേ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ കവർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ബാക്കി പകുതി വരുന്ന നമ്മുടെ മുട്ടൻ്റെ മിക്സ് ഇല്ലേ, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് 20 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ബേക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. മുകൾ വശത്തും ചെറുതായിട്ടൊരു കളറ് ചേഞ്ച് വരാനുണ്ട്. അതിനായിട്ട് നമ്മൾ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചതിന് ശേഷം മറ്റൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മുകൾ വശം നന്നായിട്ടൊന്ന് കളറ് ചേഞ്ച് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ അടിവശമൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റൊരു പാത്രത്തിലോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് കട്ട് ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. ഞാനിപ്പോൾ ചൂടോടെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ബനാന പോളയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാ നോർമൽ ഒരു പോള കഴിക്കുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു ഫില്ലിങ്ങും അതുപോലെ തന്നെ മുകളിലും അടിയിലൊക്കെ ആ ഒരു പഴവും മുട്ടൻ്റെ മിക്സും എല്ലാം കൂടി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് തയ്യാറാക്കി എടുക്കുന്നത് പഴവും മുട്ടയും ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പോള തന്നെയാണ്. അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണ് കേട്ടോ. ഈ ഒരു പോള എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ്. ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പഴം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പാനിലോട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഭയങ്കര തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊരു കട്ടിക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
ഇതിലോട്ട് നിങ്ങൾക്ക് കാഷ്യൂനട്ടും കിസ്മിസും അതുപോലെ തേങ്ങയും ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ തേങ്ങ ഓൾറെഡി നമ്മൾ കിസ്മിസും കാഷ്യൂനട്ടും ഒക്കെ ഇട്ടിട്ട് വറുത്ത് വെച്ച തേങ്ങ കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ പഴം മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 4 സ്ലൈസ് ബ്രെഡാണ്. ഈ ഒരു ബ്രെഡ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ സൈഡൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ കട്ട് ചെയ്ത് ചേർത്തെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ 4 സ്ലൈസ് ബ്രെഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ, എന്നാൽ സൂപ്പർ ടേസ്റ്റുമാണ്. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു മിക്സിൻ്റെ ജാറിലോട്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കണം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 മുട്ടയും മിക്സിൻ്റെ ജാറിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാനും പറ്റും കേട്ടോ. ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ മുട്ടൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിലോട്ട് ഇനി നമ്മൾ ആദ്യം തന്നെ നേരത്തെ വഴറ്റി വെച്ച നമ്മുടെ പഴമില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഴം വഴറ്റിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയും അതുപോലെ കാഷ്യൂനട്ടും കിസ്മിസും തേങ്ങയും ഒക്കെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഓൾറെഡി തേങ്ങ ഇതേപോലെ റോസ്റ്റ് ചെയ്തത് ഉള്ളത് കൊണ്ടാണ് ഞാനത് ചേർക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ കാഷ്യൂനട്ടും കിസ്മിസും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ടുണ്ട് ഈ ഒരു തേങ്ങ റോസ്റ്റ് ചെയ്തെടുത്തതിൽ. ഇനി ഇതിൽ നിന്നും ഏകദേശം 1/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് എപ്പോഴും നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം മെൽറ്റായിട്ട് ഭയങ്കരമായിട്ട് ക്രീമി പോലെ ആയിപ്പോവും. അപ്പോൾ ഫൈനലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ ഈ ഒരു ബ്രെഡ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാൻ എടുത്തിട്ട് സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് കിട്ടുക. ഇനി നമുക്ക് എല്ലാ സൈഡും ഒരേ രീതിയിൽ തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു പാന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമുക്ക് 20 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ പെട്ടെന്ന് തന്നെ മുട്ടയൊക്കെ ആയതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മറ്റൊരു പാന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചിട്ടുള്ള പാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അടിവശം ഒട്ടും കരിഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ മുകൾ വശം കൂടി ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കുക. അതിനായിട്ട് മറ്റൊരു പാനിലോട്ട് ഫ്ലിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു സ്ക്യൂവർ വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മുകൾ വശം ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുമ്പോഴാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. ഇതാ മറ്റൊരു പാനിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിലോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. 1-2 സെക്കൻഡ് മാത്രം ചൂടാക്കി എടുത്താൽ മതി കേട്ടോ, കാരണം ഓവറായിട്ട് കളർ ചേഞ്ച് ആയാൽ പിന്നെ കയ്പ്പ് രസമൊക്കെ വരും. ഇപ്പോൾ അടിവശം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യുക. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. ചൂടോടെ തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനിപ്പോൾ ഇവിടെ ചൂടോടെ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പോളയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി പഴം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പോളയാണ്. നമ്മൾ ബ്രെഡ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടായിരിക്കും ഈ ഒരു പോള ഉണ്ടാവുക. അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ വീഡിയോസുകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം. ഓരോ റെസിപ്പിയും സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. വേണ്ടവർ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.